ചർച്ച തുടങ്ങിയതിനു ശേഷം കോൺഗ്രസ് പ്രതിനിധിയും ബിജെപിയുടെ പ്രതിനിധിയും സംസാരിക്കുകയുണ്ടായി. ആദ്യം കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കണ്ടേ? ഇപ്പോൾ ഇവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പൌരത്വ ബില്ലിനെ കുറിച്ച് സംസാരിച്ചു. പൌരത്വ ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവരുന്ന സമയത്തും കോൺഗ്രസിന്റെ എംപിമാരുണ്ടായിരുന്നു. ഒരക്ഷരം പോലും നിങ്ങൾ വേണ്ടി ആദ്യത്തെ പ്രമേയം ശശി തരൂരിന്റെ മാഷെ മുഖ്യമന്ത്രി പറഞ്ഞ കളവ് ഏറ്റു പറയാൻ വേണ്ടി പൊതുസമൂഹത്തിൽ മുഴുവൻ ആളുകൾക്ക് അറിയാവുന്ന അതിനുവേണ്ടി സമയം കളയില്ലേ? ആദ്യത്തെ പ്രമേയം തിരുവനന്തപുരം വിശ്വപുരുഷൻ ശശി തരൂർ കളവ് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കല്ലേ? കളവായ പ്രസ്താവന പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കല്ലേ? മറുപടിക്ക് നിങ്ങൾക്ക് സമയമില്ലല്ലോ. എന്താണ് ഇത്ര അസഹിഷ്ണുത? കളവ് പറയുമ്പോൾ എന്താണ് സംഘടന? ഒരു പൊതുസമൂഹത്തെ താങ്കളുടെ ഉന്നതനെ പോലുള്ള രാഷ്ട്രീയ പ്രവർത്തന ഒരു കളവ് പരസ്യമായി പറയുമ്പോൾ നിങ്ങൾക്ക് ക്ഷമാശീലമുണ്ടെങ്കിൽ നിങ്ങൾ കോൺഗ്രസിൽ ഉറച്ചു നിൽക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ബിജെപിയിലേക്ക് പോകുന്നത്. ആ ക്ഷമ കാണിക്കാൻ പഠിക്കൂ, ക്ഷമ കാണിക്കാൻ പഠിക്കൂ, ക്ഷമ കാണിക്കാൻ പഠിക്കൂ. ചേട്ടാ, ഞാൻ സംസാരിക്കട്ടെ. നിങ്ങൾ പൌരത്വ ഭേദഗതി ബില്ലിന് വരുന്ന സമയത്തും എതിർത്തില്ല, പോട്ടെ. പക്ഷേ രാഷ്ട്രപതി ഒപ്പിട്ട് കഴിഞ്ഞ ദിവസം ഈ പൌരത്വ ഭേദഗതി ബിൽ പാസ്സാക്കിയപ്പോ ഇന്ത്യയുടെ ഏതെങ്കിലും സംസ്ഥാനത്തോ കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം ഈ രാജ്യം മുഴുവൻ അലയടിച്ചപ്പോഴും നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതോ രാഷ്ട്രീയ പാപ്പരത്തമായി നിങ്ങൾ അംഗീകരിക്കുമോ? രണ്ടോ, ഇന്ത്യക്കകത്ത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ രാഹുൽ ഗാന്ധി ബിജെപിയെയാണ് എതിർക്കുന്നതെങ്കിൽ ആ ബിജെപിയെ എതിർക്കാൻ നിങ്ങൾ ചെയ്യേണ്ടതോ ബിജെപിയുടെ പുലിവടയായ വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്ത് പോയി മത്സരിക്കുന്നതിന് പകരം നിങ്ങൾ എന്തിനോ വയനാട്ടിൽ വന്നോ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ എതിർക്കാൻ നിൽക്കുന്നു? മൂന്നാമത്തെ ചോദ്യം, കോൺഗ്രസിന് എങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ വോട്ട് ചെയ്യും? അവസാനം ഇതാ മഹേശ്വർ നായരടക്കം തിരുവനന്തപുരത്തോ ബിജെപിയിലേക്ക് പോയിരുന്നു. ഞാൻ ഈ മൈക്ക് വെച്ച് സംസാരിച്ചോ നേരം വിളിക്കുമ്പോൾ ഒരു കോൺഗ്രസുകാരൻ പോലും പോകരുതേ എന്നോ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ബിജെപിയുടെ ബസ്സിലേക്കോ ടിക്കറ്റ് എടുത്തോ ആളെ പറഞ്ഞയിക്കുന്ന ചരിത്രപരമായ സംഭവം ബിജെപിയോടും കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. ബിജെപിയോടും കൂടി ചോദിച്ച് അവസാനിപ്പിക്കട്ടെ. നേരത്തെ നിങ്ങൾ സംസാരിച്ചല്ലോ, ഒരു സുഹൃത്ത് ഇവിടെ ചോദിച്ചപ്പോ മതാധിപത്യ രാഷ്ട്രമായി പ്രഖ്യാപിക്കാൻ ഈ രാജ്യത്ത് പൌരത്വ ഭേദഗതി ബിൽ കൊണ്ടുവന്നത് എന്ന് നഗ്നസത്യമായി സുഹൃത്തെ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കട്ടെ, അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശിൽ നിന്നും ഇവിടെ നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ള ആളുകൾക്ക് ഇവിടെ പൌരത്വം കൊടുക്കാൻ നിങ്ങൾ 6 ജാതിക്കാരുടെ പേര് പറയുന്നുണ്ടോ? അതിനകത്ത് ഹിന്ദുവും പാഴ്സിയും അതേ പഞ്ചാബിയും ജൈനനും ബുദ്ധമതക്കാരനും ക്രിസ്ത്യാനിയും കൂടി പറയുമ്പോ എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് നമ്മുടെ നാട്ടിൽ വന്നോ ഇവിടെ വന്ന് താമസിച്ച് വർഷങ്ങളായവർക്ക് നിഷേധിക്കപ്പെടുത്തുന്നു എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങൾ കരുതുമോ? നാളത്തെ ബിജെപിക്കാരാണ് എന്ന് വളരെ പ്രസക്തമായ ആദ്യ ചോദ്യം അതല്ല. പൌരത്വ ഭേദഗതി നിയമം ഇന്ത്യൻ പാർലമെന്റിൽ ചർച്ച ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രമേയം അതിനെതിരെ ശശി തരൂരിന്റെയാണ്. കേരളത്തിന്റെ പൊതുസമൂഹത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു തെറ്റായ പ്രസ്താവന നടത്തിയപ്പോൾ കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അത് തിരുത്തിയതാണ്. ആ നുണ 100 ആവർത്തി താങ്കളെ പോലുള്ള ഇടതുപക്ഷ പ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തന മാന്യതയുണ്ടെങ്കിൽ ഇത്തരം സ്ഥലത്ത് ഉന്നയിക്കാൻ പാടില്ലായിരുന്നു. 2, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബിജെപിയിലേക്ക് കോൺഗ്രസിൽ നിന്നും ആളുകൾ പോകുന്നുവെന്നാണ് ആ പ്രവർത്തകന്റെ ആ സുഹൃത്തിന്റെ ആരോപണം. ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് ശക്തിമാന്റെ രാഷ്ട്രീയമായിട്ട് കുറെ കാലങ്ങളായി. കോൺഗ്രസിൽ നിന്നും ബിജെപിയിലേക്ക് പോയ ആളുകളുണ്ട്, പല പാർട്ടികൾക്കും പോയ ആളുകളുണ്ട്, അതുപോലെ തന്നെ വിവിധ പാർട്ടികളിൽ നിന്നും പോയിട്ടുണ്ട്. കേരളത്തിൽ നിന്നും ഇപ്പോ ബിജെപിയുടെ CKP പത്മനാഭൻ, അദ്ദേഹം ഏതു പാർട്ടിക്കാരെന്ന് അന്വേഷിക്ക്. അതുപോലെ തന്നെ കേരളത്തിലെ ധനകാര്യ മന്ത്രിയായിരുന്ന വിശ്വനാഥ മേനോൻ പാലക്കാട് ഏത് ചിഹ്നത്തിലാണ് മരിക്കുന്നതിന് മുന്നേ അദ്ദേഹം മത്സരം അന്വേഷിക്കുക. അതും കഴിഞ്ഞില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയിരുന്ന അൽഫോൺസ് കണ്ണന്താനം ബിജെപിയിലേക്ക് പോയെന്ന് മാത്രമല്ല, കേന്ദ്രമന്ത്രിയായപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹി ഹൌസിൽ വിരുന്നൊരുക്കി. TP ചന്ദ്രശേഖരൻ CPM വിട്ടപ്പോൾ 52 വെട്ടാണ് പിണറായി
പിണറായി വിജയൻ നേതൃത്വത്തിൽ വെട്ടിയെങ്കിൽ അൽഫോൺസ് കണ്ണന്താനത്തിന് ഡൽഹി കേരള ഹൌസിൽ വിരുന്നൊരുക്കിയ നിങ്ങളാണ്. മൂക്കുമുട്ട കടിച്ച് ഏമ്പക്കും വിട്ട് ഇവിടെ വന്നിരുന്ന് കോൺഗ്രസിനെ വിമർശിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? ശരി 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 അല്ല, രണ്ടാമത്തെ ചോദ്യം കൂടെ. സാർ, ചോദിക്കൂ. രണ്ടാമത്തെ ചോദ്യം. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു? ഇനി ഇടതുപക്ഷ പ്രവർത്തകർ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് കേരളത്തിൽ മത്സരിക്കുന്നത്? കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം സുഹൃത്തെ കേരളത്തിൽ ഒതുങ്ങുന്നില്ല, ഇന്ത്യയിൽ മുഴുവനുള്ള പ്രസ്ഥാനമാണ്. അത്ര മാനക്കേട് നിങ്ങൾക്കുണ്ടെങ്കിൽ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ടാണ് CPM ചേട്ടൻ പറയുമ്പോൾ മിണ്ടാണ്ടിരുന്നു. ചേട്ടൻ പറയുമ്പോൾ മിണ്ടായിരുന്നു. ചേട്ടൻ പറഞ്ഞ അതേ വാക്ക് കേട്ട് ബഹുമാനിച്ച് മിണ്ടാണ്ടിരുന്നു. ചേട്ടാ അത് മാനം എനിക്ക് കേട്ട്. നിങ്ങൾ അത്ര രാഹുൽ ഗാന്ധി മോശക്കാരനാണെങ്കിൽ തമിഴ്നാട്ടിൽ നിങ്ങൾ ലോക്സഭാ സ്ഥാനാർത്ഥി മത്സരിക്കും. ആ മത്സര പോസ്റ്ററിൽ ഒരു പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെയും ചിത്രം ഞാൻ കണ്ടില്ല. കണ്ടത് രാഹുൽ ഗാന്ധിയുടെയാണ്. അത് തിരിച്ചറിയാൻ നിങ്ങൾ ആദ്യം തയ്യാറാകുക. പിന്നെ രണ്ടാമതൊന്ന്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിലെ ജലസേചന വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി ഓന്റെ പാർട്ടി ഏത് മുന്നണിയിലാ? ചേട്ടൊന്ന് പറഞ്ഞു കൊടുക്ക്, ഞങ്ങൾക്കറിയില്ല. ആ ജനതാദൾ ഏത് മുന്നണിയില്ല ഇന്ത്യ മഹാരാജ്യത്ത് നിൽക്കുന്നത്? ആ നിങ്ങളാണോ ഞങ്ങളെ രാഷ്ട്രീയ പ്രവർത്തനം പഠിപ്പിക്കാൻ വരുന്നത്? ഞങ്ങളെ സംഘപരിവാർ വിരുദ്ധ സമരം പഠിപ്പിക്കാൻ വരുന്നത്? അതൊക്കെ മടിയിൽ വെക്കി ചേട്ടാ. ഇത് ചേട്ടന്റെ പഴയ കാലത്തെ ചോദ്യം, പുതിയ ചോദ്യം കൊണ്ടു.